ഒരുപാട് അതിനേക്കാൾ ഇരട്ടി സമയങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. ഇതിൽ എത്ര ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഐ മീൻ എത്ര ശബ്ദങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? ഏത് രീതിയിലാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്? ഇത് ശബ്ദം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റിതം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കോളേജിലൊക്കെ ഉപയോഗിക്കുന്ന ചെയറിന്റെ ഒരു പാർട്ടാണ്. ചെയറിന്റെ ഹാൻഡ് സ്റ്റേ ചെയ്യുന്ന ആ സാധനം അത് വെച്ചിട്ടാണ് മെയിൻ റിതം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ CD-യുടെ കവർ വെച്ചിട്ട് ഒരു ട്രാക്ക് റിതം ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് കൂട് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഒക്കെ അതിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുപ്പിയുടെ അടപ്പ്, പിന്നെ അതിനകത്തൊരു ബെല്ലിന്റെ ഒരു സൗണ്ട് ഉണ്ട്. അത് ബെല്ല് വെച്ച് ചെയ്യാണെന്ന് ആദ്യം ചെയ്തത്. പിന്നെ എല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് 2 ട്രോഫിയുടെ അടപ്പ് വെച്ചിട്ടാണ് ആ ബെല്ലിന്റെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയത്. ഏതായാലും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടോ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാമോ? ഞാനിപ്പോ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത ഒരു സംഗീതോപകരണമാണത്. അവിടെ ഞാൻ നോക്കാം, ശ്രമിച്ചാണ്. സാധാരണ ഒന്ന് പ്രേക്ഷകർക്ക് കാണാം. ഇത് സാധാരണ ഇത് എന്തോ ഒരു ആസ്പെറ്റോസിന്റെ ഷീറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന രീതി ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പൊ ഞങ്ങളുടെ പാട്ട് തന്നെ പാടാം. അയ്യപ്പ സ്വാമി ശരണം പൊന്മല തിരുമല താണ്ടി വന്നിടും അയ്യപ്പ ശരണം അപ്പ അയ്യപ്പ എരുമേലിപ്പേട്ട തുള്ളിക്കരിമല താണ്ടി ഞങ്ങൾ വന്നിടും അയ്യപ്പ അയ്യപ്പ ശരണം അപ്പ അയ്യപ്പ അയ്യപ്പ സ്വാമി ശരണം പൊന്മല തിരുമല താണ്ടി വന്നിടും എരുമേലിപ്പേട്ട തുള്ളിക്കരിമല താണ്ടി ഞങ്ങൾ വന്നിടും കർപ്പൂര പ്രിയനെ വേദാന്ത പൊരുളെ ആടിയും പാടിയും ഞങ്ങളെത്തും സന്നിധി തിരുമുമ്പിൽ അയ്യപ്പ സ്വാമി ശരണം പൊന്മല തിരുമല താണ്ടി വന്നിടും എരുമേലിപ്പേട്ട തുള്ളിക്കരിമല താണ്ടി ഞങ്ങൾ വന്നിടും സ്വാമിയേ. നമുക്ക് സാങ്കേതിക തടസ്സം മൂലമാണ് നിങ്ങളുടെ ആൽബം തുടക്കം കാണിക്കാൻ കഴിയാഞ്ഞത്. അതിന്റെ വീഡിയോ നമുക്ക് കാണിക്കാൻ സാധിച്ചില്ല. ഏതായാലും ഇതിന്റെ നിർമ്മാതാവ് നോബിൻ കുര്യനാണല്ലോ. നോബിൻ, എന്താണ് ഇത്തരത്തിലുള്ളൊരു ആൽബം പുറത്തിറക്കാനുള്ള കാരണം? ഇപ്പൊ സാധാരണ നിന്ന് വ്യത്യസ്തമാണല്ലോ അല്ലെ? പശ്ചാത്തല സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാതെ ഒരു ഗാനം എന്തുകൊണ്ടാണ്? പറഞ്ഞ നിർമ്മാതാവെന്ന് ഞാൻ പേരിട്ടിട്ടുണ്ടാണ്. ജിയോയുടെ ഫാദർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടും ഒക്കെ ചാച്ചിയും ബേബി ജോർജ് എന്ന് പറഞ്ഞ ജിയോയുടെ ഫാദർ, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ്. കാര്യം ഞങ്ങളെല്ലാവരും മീഡിയയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്, ഫിലിം സ്റ്റഡീസ് കഴിഞ്ഞവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ വർക്ക് ഞങ്ങളൊരു സിമ്പിൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനൊരു ബ്രേക്ക് കൊടുക്കണമെന്ന് ഓർത്ത് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജിയോയുടെ ഈ ഐഡിയ ജിയോ കൊണ്ടുവരികയും അങ്ങനെ ഞങ്ങൾ ഇതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ആൽബം എടുക്കുകയാണ് ചെയ്തത്. ഏതായാലും നമുക്ക് നേരത്തെ സാങ്കേതിക തടസ്സം മൂലം ഈ ആൽബം കാണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആൽബം കാണിക്കാൻ സാധിക്കുമോ? ശരണം 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 സ്വാമി ശരണം 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 സ്വാമി ശരണം 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 അയ്യപ്പ സ്വാമി ശരണം പൊന്മല തിരുമല താണ്ടി വന്നിടും സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണം ശരണം അയ്യപ്പ എരുമേലിപ്പേട്ട തുള്ളിക്കരിമല താണ്ടി ഞങ്ങൾ വന്നിടും ശരണം 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 സ്വാമി അയ്യപ്പ അയ്യപ്പ സ്വാമി ശരണം പൊന്മല തിരുമല താണ്ടി വന്നിടും എരുമേലിപ്പേട്ട തുള്ളിക്കരിമല താണ്ടി ഞങ്ങൾ വന്നിടും കർപ്പൂര പ്രിയനെ വേദാന്ത പൊരുളെ ആടിയും പാടിയും ഞങ്ങളെത്തും സന്നിധി മുൻപിൽ അയ്യപ്പ സ്വാമി ശരണം പൊന്മല തിരുമല താണ്ടി വന്നിടണം ശരണം 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 സ്വാമി ശരണം അയ്യപ്പ ശരണം എരുമേലിപ്പേട്ട തുള്ളി. ഓക്കെ, പമ്പ തീർത്തുന്ന ഈ ആൽബം എന്റെ ഓർമ്മയിൽ വാഴും അയ്യപ്പ സ്വാമി തന്റെ രൂപത്തിൻ ദിവ്യ ചൈതന്യം അമ്മയെ. ഓക്കെ, നോബിൻ, ഏതായാലും ആദ്യമായിട്ട് ഒരു ആൽബം അല്ലെ, വ്യത്യസ്ത രീതിയിലെ ഒരു ആൽബം ഇറക്കി. ഇനി എന്തൊക്കെയാണ് പ്രോജക്ട്സ്? ഈ ആൽബം തന്നെ ഞങ്ങൾ ഒരു കാസറ്റ് ആയിട്ട് അടുത്ത വർഷം ഇറക്കുന്നുണ്ട്. ഈ വർഷം ടൈം മണ്ഡലകാലം കുറച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഈ വർഷം ഇറക്കാൻ പറ്റില്ല. ബട്ട് അടുത്ത വർഷം ഞങ്ങൾ ഇത് ഫുൾ 5 പാട്ടും ഇറക്കി CD ആയിട്ട് മാർക്കറ്റിൽ റിലീസ് ചെയ്യാനാണ് ഞങ്ങൾ. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചോളൂ, ഇപ്പൊ ഈ മണ്ഡല മംഗലവിളക്ക് സീസൺ എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഒരു മൊത്തം സീസൺ തന്നെയാണ് അല്ലെ? അപ്പൊ ഇപ്പൊ മലയാളത്തിലെ പ്രശസ്തരായ ഗായകരാണെങ്കിൽ അല്ലെങ്കിൽ പ്രശസ്തരായ സംഗീത സംവിധായകരുടെ എല്ലാം ആൽബങ്ങളും പാട്ടുകളും ഈ സീസണിൽ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇതിനിടയിൽ എങ്ങനെ ഈ മത്സരത്തെ എങ്ങനെ അഭിമുഖീകരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? സ്വാമി അയ്യപ്പന്മാർ എന്ന് പറഞ്ഞാൽ ലാളിത്യം കൊണ്ടാണ് അവരുടെ ഒരു ഇത്. അപ്പൊ ഞങ്ങള് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്ത, അത് അധികം ചെലവില്ലാതെ ഈ ലളിതമായിട്ട് ചെയ്ത ഈ അയ്യപ്പ ഭക്തഗാനം തീർച്ചയായിട്ടും പ്രേക്ഷകരും അയ്യപ്പ ഭക്തരും സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വർഷം ഈ പാട്ട് ഹിറ്റാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഉറപ്പ്. ഓക്കെ, ഇതിന്റെ ഓഡിയോ ഇറങ്ങി എന്താ സ്ഥിതി? ഓഡിയോ ഇറങ്ങിയിട്ടില്ല. ഓഡിയോ ഈ പാട്ട് റിലീസ് ആയിട്ടില്ല. ആക്ച്വലി ഇന്നാണ് ഇതിന്റെ ഫസ്റ്റ് ടിവിയിൽ കാണുന്നത്. ഓക്കെ, ജിയോയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഞാനിപ്പോ MA സിനിമ ആൻഡ് ടെലിവിഷൻ എന്നൊരു കോഴ്സ് കണ്ടിരിക്കുക സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരിയിൽ. അപ്പം അവിടെ ഒരു മീഡിയസിന്റെ സ്റ്റഡീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ അവിടെ ഞങ്ങളുടെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം ക്യാമറ, മ്യൂസിക്, ഓഡിയോ, സൗണ്ട്, ടെലിവിഷൻ ജേർണലിസം അങ്ങനെയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇപ്പം അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ചില വർക്കുകളൊക്കെ ചെയ്യാനൊന്നും താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില ആൽബങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ചില പ്രോജക്റ്റുകളൊക്കെ വരുന്നു. അതിന്റെ ഒരു ഫൈനൽ ഒന്നും പറയാൻ ആയിട്ടില്ല. ഓക്കെ, നമുക്ക് സമയപരിമിതി മൂലം ഈ സംഭാഷണം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പമ്പാതീർത്ഥം എന്ന ഈ പുതിയ പ്രോജക്റ്റിലെ ഒരു ഗാനത്തിന്റെ ഏതെങ്കിലും 2 വരി കൂടി പ്രേക്ഷകർ. ഓക്കെ. പാടും ഞാൻ പാടും ഞാൻ സ്വാമി ശരണം അയ്യപ്പ, സ്വാമി ശരണം അയ്യപ്പ, എരുമേലിപ്പേട്ട തുള്ളി അയ്യൻ ശരണം അയ്യപ്പ, അയ്യൻ ശരണം അയ്യപ്പ. പാടും ഞാൻ സ്വാമി ശരണം അയ്യപ്പ, എരുമേലിപ്പേട്ട തുള്ളി അയ്യൻ ശരണം അയ്യപ്പ, സ്വാമി അയ്യപ്പ ശരണമപ്പ അയ്യപ്പ. ഓക്കെ, രണ്ടുപേർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു. ചെറിയൊരു ഇടവേള.